ഇന്നത്തെ വചനചിന്ത താങ്കളെ അധികമായി വർദ്ധിപ്പിക്കും. ഹാപ്പി ന്യൂ ഇയർ. 2024 എന്ന വർഷം കഴിഞ്ഞ് 2025 എന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. 2024 ആരംഭം കണ്ട അനേകർ 2025 തുടക്കം കാണാതെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അനേകം പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, വാഹന അപകടങ്ങൾ തുടങ്ങി അനേകം ദുരിതങ്ങളിലൂടെ അനേകർ ഈ ലോകത്ത് നിന്ന് പട്ടുപോയപ്പോൾ ദൈവം എന്നെയും വചനം ശ്രവിക്കുന്ന താങ്കളെയും ഈ 2025 ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് താങ്കളെക്കുറിച്ച് ഉദ്ദേശമുള്ളതുകൊണ്ടാണ്. അധികമായി താങ്കളെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അധികമായി ഫലം കായ്ക്കുവാൻ, അധികമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വചനം ശ്രവിക്കുന്ന താങ്കളെ ദൈവം ഉപയോഗിക്കും. വിശ്വസിക്കുക. താങ്കൾ ശൂന്യതയോടെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാണോ? എന്നാൽ ഓർക്കുക, ഈ 2025 താങ്കളെ ദൈവം അനുഗ്രഹിക്കും. ഈ 2025 താങ്കൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുകയാണെങ്കിൽ താങ്കളെ അധികമായി ദൈവം വർദ്ധിപ്പിക്കുവാനിടയാകും. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയം വഹിച്ച ഭക്തനായ അബ്രഹാം. ദൈവത്തിൽ മാത്രം ഭക്തനായ അബ്രഹാം ആശ്രയിച്ചു എന്നതിൻ്റെ തെളിവ് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ കാണപ്പെടുന്നു. അബ്രഹാമിനെ നോക്കി ഇറങ്ങിയ ലോത്ത് പച്ചപ്പ് നോക്കി തിരഞ്ഞെടുത്തു. എന്നാൽ ശത്രുക്കൾ വന്ന് ലോത്തിനെയും കുടുംബത്തെയും ലോത്തിൻ്റെ സകല സമ്പത്തിനെയും കൊണ്ടുപോകുവാനിടയായി. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 13 തിരുവചനം വായിക്കുമ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഓടിപ്പോകുന്ന ഒരുവൻ വന്ന് ഇബ്രായനായ അബ്രഹാമിനെ കാര്യമറിയിച്ചു. തൻ്റെ സഹോദരനെ ബന്ധനാക്കി പുറപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അഭിഷേകമുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനായ അബ്രഹാം അടങ്ങിയിരുന്നില്ല. അബ്രാം അഭ്യാസികളായ 318 പേര് കൂട്ടിക്കൊണ്ട് ദാൻ വരെ ശത്രുവിനെ പിന്തുടർന്ന് തോൽപ്പിച്ചു. ലോത്തിനെയും കുടുംബത്തെയും സകല സമ്പത്തിനെയും സകല ജനത്തെയും മടക്കിക്കൊണ്ടുവന്നു. മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് അവരെ എതിരേറ്റ് ചെന്നു. പുരോഹിതന്മാർ അബ്രഹാമിനെയും സകലരെയും അനുഗ്രഹിച്ച് സ്വീകരിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും നാഥനായി അത്യുന്നതനായ ദൈവത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, 2025 സകല ശത്രുവിനെയും വചനം ശ്രവിക്കുന്ന താങ്കൾ തോൽപ്പിക്കും. മാനുഷിക ശക്തിയിലല്ല, ദൈവശക്തിയിൽ ആശ്രയിക്കുക. താങ്കളുടെ ദൈവം അധികമായി വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 21 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ സോദോം രാജാവ് ഭക്തനായ അബ്രഹാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്തിലേക്ക് കരമുയർത്തി സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. മാനുഷിക സഹായങ്ങൾ സ്വീകരിക്കാതെ, അവകാശം പറയുവാൻ ഒരു മനുഷ്യനും അവസരം കൊടുക്കാതെ ജീവനുള്ള ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച ഭക്തനായ അബ്രഹാമിൻ്റെ അരികിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ഭക്തനായ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ അബ്രഹാമിന് ദൈവം
വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ചത്. മാനുഷിക സഹായങ്ങൾ നിരസിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. വചനചിന്ത കേൾക്കുന്ന താങ്കളോടൊന്ന് വിളിച്ചു പറയാം, താങ്കളെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. താങ്കളെ കാണുന്ന ദൈവമാണ്. ലോക സ്ഥാപിത്തുമ്പേ താങ്കളെ പേര് ചൊല്ലി വിളിച്ച ദൈവമുണ്ട്. ചില മാനുഷിക സഹായങ്ങളെ തടഞ്ഞത് ദൈവമാണ്. താങ്കളുടെ അനുഗ്രഹത്തിന് കാരണം മനുഷ്യനല്ല, ദൈവമെന്ന് പറയുവാൻ താങ്കളെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും ഈ 2025 സ്വർഗം ഇറങ്ങി വരുവാനും ദൈവം താങ്കളെ സഹായിച്ച് ദൈവം താങ്കളെ അനുഗ്രഹിച്ചുവെന്ന് പറയുവാൻ തക്കവണ്ണം ജീവനുള്ള സാക്ഷികളാകുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ സകലത്തെയും കൊടുക്കാം. മനുഷ്യനിലല്ല, ദൈവത്തിലത്ര ആശ്രയിക്കേണ്ടത്. താങ്കളെ അധികമായി വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഭക്തനായ ദാവീദ് 118 സങ്കീർത്തന പുസ്തകം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലതെന്ന്. ഈ 2025 വിളിച്ചു പറയട്ടെ, താങ്കളുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവം താങ്കളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മനുഷ്യരെല്ലാവരും കൈവിടും. ആകയാൽ ഈ നാളുകളിൽ എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവകരം പിടിച്ചു നടക്കുവാൻ, ദൈവിക പദ്ധതികൾ തിരിച്ചറിയുവാൻ, അബ്രഹാമിനെ പോലെ വർഷങ്ങളാൽ കാത്തിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന് മറുപടി ലഭിക്കുന്ന വർഷമാകട്ടെ 2025. ഈ 2025 വർഷം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ആത്മിക അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.